ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനെല്ലാം അറിഞ്ഞിട്ടല്ല ഞാൻ ഈ പറയുന്നത്, അറിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കതിനെപ്പറ്റി ഒരു അറിവോ ഒന്നുമില്ല. ഞാനൊരു ഒരു ഒരു മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തുടങ്ങുന്ന സമയത്ത് ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നല്ല ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിക്ക് വെറുതെ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് കുറേ വീഡിയോ അങ്ങോട്ട് ചറപറ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയുന്ന 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ ഒന്ന് കൂട്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കൊടുത്ത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഇതിലാട്ടോ ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചാനലിൽ ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക. ആദ്യം തന്നെ ഞാൻ എന്തോ പറയുന്നത്, ഇതൊന്നും ശരിയല്ല, ഇവൾ പറയുന്നതൊക്കെ എന്തോ ചെറവറ പറയുകയാണെന്ന് തോന്നണ്ട. ഞാൻ എൻ്റെ അനുഭവമാണേ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ ചാനലിൻ്റെ പേര് ആദ്യം തന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും അതിനൊരു പേര് കൊടുക്കും. ആ പേര് കൊടുക്കുന്ന സമയത്ത് പേരൊന്ന് അട്രാക്റ്റീവായിട്ടുള്ളൊരു പേര് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ പേരിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കുക. കുറേ നീളമുള്ളൊരു പേര് കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റിയൊരു തെറ്റാണത്. കാരണം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര്, ആദ്യത്തെ പേര് കൊടുത്ത സമയത്ത് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ചാനലിൻ്റെ പേര് കുറച്ച് ലെങ്തിയാണ്. നമുക്ക് ഒരാളോട് സെർച്ച് ചെയ്യാൻ പറയുമ്പോഴോ നമ്മളോടൊരു ചാനലിൻ്റെ പേര് ഒരാൾ ചോദിക്കുമ്പോഴോ ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും, പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ചാനലിന് പേര് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ചെറിയൊരു പേര് കൊടുക്കാൻ നോക്കുക. നമ്മളൊന്നും സെലിബ്രിറ്റീസോ നമുക്ക് അങ്ങനത്തെ ആൾക്കാർ ആയിട്ടൊരു പരിചയം ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ഇന്നെപ്പോലത്തെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ ചാനൽ തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു ഷോർട്ടായിട്ടുള്ളൊരു പേര് സെലക്ട് ചെയ്യാൻ നോക്കുക. അതൊരു അട്രാക്റ്റീവായിട്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു പേര് സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറേ ആൾക്കാരോട് നമ്മൾ പറയും, ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അതൊക്കെ ഒന്ന് കണ്ട് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരോട് പറയണം, ഫ്രണ്ട്സിനോട് പറയണം എന്നൊക്കെ നമ്മൾ പറയൂലേ. പക്ഷേ ശരിക്കും നമുക്ക് കോൾ ചെയ്ത് നമുക്ക് പറയാം, വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ട് നമുക്ക് പറയാം. നമ്മളൊരിക്കലും നമ്മളെ ചാനലിലെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യരുത്. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മളത് സ്റ്റാറ്റസ് വെക്കരുത്, നമ്മളെ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ തന്നെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ, ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു വീഡിയോയ്ക്കൊക്കെ, നല്ല വീഡിയോസിനും വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, നമ്മളൊരു അഹങ്കാരം പോലെ നമ്മൾ കാണിക്കും. അത് നമ്മൾ മലയാളികൾക്കുള്ളൊരു പ്രത്യേകതയാണ്. പക്ഷേ ഒരഹങ്കാരം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു എന്ന് അറിയോ, സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ 10-80 ആൾക്കാർ നമ്മളെ സ്റ്റാറ്റസ് കാണും. ആ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ വഴി, ആ ലിങ്ക് വഴി നേരെ നമ്മളെ ചാനലിലേക്ക് കയറും. അപ്പോൾ അതിൽ വ്യൂസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങിയപ്പം
വീഡിയോസിന് വ്യൂസ് ഇല്ലാതായി. എന്നുവെച്ചാൽ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ലാതായി. അങ്ങനെയാകുമ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ലല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താ ഇപ്പോൾ ഇതിങ്ങനെ വ്യൂസ് ഇല്ലല്ലോ, വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓക്കുണ്ട് ഇതുപോലെ ഒരു കൊച്ചു ചാനൽ ഓക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞ്, എടി ഇങ്ങനെ ഇതിടരുത്, ഞാനൊരു വീഡിയോയിൽ കണ്ടു, യൂട്യൂബേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിലെ ഒരു വീഡിയോയിൽ കണ്ടു, ഇങ്ങനെ ഞാൻ കണ്ടു, ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാൽ നമ്മളെ വ്യൂസ് കുറയും, യൂട്യൂബ് നമ്മളെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യൂല. അപ്പോൾ ശരിയാ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അത് മാറ്റി, ആ സ്റ്റാറ്റസ് അങ്ങോട്ട് മാറ്റി, അങ്ങനെ ഇതാക്കി. പിറ്റേന്ന് തൊട്ട് പിറ്റേ 1-2 ദിവസം അങ്ങനെ തന്നെ വ്യൂവേഴ്സ് ഇല്ല, വീഡിയോയ്ക്കൊന്നും വ്യൂവേഴ്സ് ഇല്ല. പിന്നെ ഒരു 3-4 ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോസിന് വ്യൂവേഴ്സായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് എന്ത് വിചാരിക്കും, യൂട്യൂബ് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഒരുപാട് ആൾക്കാർ നമ്മളിതിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമുക്കിതിലൊരു താല്പര്യമുണ്ട്, നമ്മളെ കണ്ടൻറ്റൊക്കെ നോക്കിയിട്ട് യൂട്യൂബ് എന്ത് ചെയ്യും, നമ്മളെ ഇത് ഇത്ര ആൾക്കാരെ കൂടുതൽ ആൾക്കാർ കാണട്ടെ എന്നുള്ള രീതിക്ക് നമ്മളെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും, യൂട്യൂബ് വഴിയുള്ള വ്യൂവേഴ്സ് കുറയും. അപ്പോൾ ഒരിക്കലും ശ്രദ്ധിക്കുക, ഇത് ഇന്നെപ്പോലുള്ള ഒരു വിവരവും ഇല്ലാതെ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്കുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും വിഷമിക്കേണ്ട, ഇനി അങ്ങോട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ 3-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുക. എന്നുവെച്ചാൽ ഒരു വീഡിയോ ഇട്ടൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ, അധികമായിട്ട് ഷോർട്സ് ഇടാൻ നോക്കുക. ഷോർട്സ് വീഡിയോ ഇട്ടാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറും, കൂടുതൽ ആൾക്കാർ നമ്മളെ വീഡിയോ കാണും, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ഇട്ടാൽ പെട്ടെന്നൊന്നും ചിലപ്പോൾ ലോങ് വീഡിയോ ക്ലിക്ക് ആവില്ല. ചിലപ്പോൾ ഒരുപാട് വീഡിയോ ഇട്ടാലും 10, 20, 30, 40 ഒക്കെ വ്യൂവേഴ്സേ വരുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഒരു ചടപ്പ് തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഷോർട്സ് വീഡിയോസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ലെവലൊന്ന് കൂടും. പിന്നെ അതിനുശേഷം അതിനനുസരിച്ച് ആഴ്ചയിൽ 1-2 ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഈ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അധികം ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആദ്യം ചെയ്യുമ്പോൾ വീഡിയോ ഇടാതിരിക്കുക. കാരണം അങ്ങനെ ആരും കാണില്ല, എല്ലാം സ്ക്രോൾ ചെയ്ത് വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഒരു മാക്സിമം 2 മിനിറ്റ് 3 മിനിറ്റ് ഒരു 5 മിനിറ്റ് താഴെയുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് വ്യൂസ് അങ്ങനെ കൂടി ആദ്യം ഒരു 20 ആയിരിക്കും. പിന്നെ അതേ 2 ദിവസം കഴിഞ്ഞ് നമ്മളിപ്പോൾ ആഴ്ചയിൽ 2 വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തിങ്കളാഴ്ച ഒരു വീഡിയോ ഇട്ടു, പിന്നെ അടുത്ത ശനിയാഴ്ച ഇടുന്നതെന്ന് വെച്ചാൽ ആ തിങ്കളാഴ്ചത്തെ വീഡിയോ ഒരു ശനിയാഴ്ച ആകുമ്പോഴേക്കും ഏകദേശം ഒന്ന് കയറി വരും. അപ്പം അങ്ങനെ റെഗുലറായിട്ട് ആഴ്ചയിൽ 2-3 ഇനിയിപ്പോൾ ഡെയിലി ആണെങ്കിൽ തന്നെ ഡെയിലി അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് വീഡിയോസിന് വ്യൂസ് കുറവായിരിക്കും, സ്വാഭാവികം. നമ്മളെപ്പോലത്തെ ചെറിയ ചാനലിന് വ്യൂസ് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളതിൽ കുറവാണ് ചെയ്യാതിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഷോർട്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആഴ്ചയിൽ 2-3 ലോങ് വീഡിയോസ് എങ്കിലും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. പോട്ടെ, അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ആഴ്ചയിൽ ഒരു വീഡിയോ നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക. അത് വ്യൂസ് ഉണ്ടോ വ്യൂസ് ഇല്ലേ എന്നുള്ളത് നോക്കിയേ ചെയ്യരുത്, നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ 4-ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ 4-ാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനത്തെ വീഡിയോ ചെയ്താൽ നമുക്ക് നല്ല വ്യൂ കിട്ടും, നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടും, പെട്ടെന്ന് നമ്മൾ ചാനൽ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവില്ല. കാരണം ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ഇട്ടാലായിരിക്കും, ചിലപ്പോൾ നമ്മൾ വീട്ടിലത്തെ ഓരോ വിശേഷങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നമ്മൾ ബർത്ത്ഡേ അങ്ങനത്തെ സെലിബ്രേഷൻ്റെ ഒക്കെ ഷോർട്സൊക്കെ ഇടുമ്പോഴായിരിക്കും, ചിലപ്പോൾ കണ്ടൻറ്റ് വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഫണ്ണി വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഏത് ലെവൽ ഓഫ് വീഡിയോസാണ് നമുക്ക് നമ്മൾ റീച്ച് ആക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 1-2
തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഒന്നും വ്യൂ കിട്ടുന്നില്ല, അപ്പോൾ ഇത് 1-2 ചെയ്തിട്ടൊന്നും വ്യൂ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. എല്ലാ രീതിയിലുള്ള വീഡിയോസും ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഫണ്ണി ആയിട്ടുള്ളത്, എൻ്റർടൈനിങ് ആയിട്ടുള്ളത്, ചലഞ്ചിങ് ആയിട്ടുള്ളത്, നമ്മളെ ഫാമിലി ഹാപ്പിനെസ് കാര്യങ്ങൾ അങ്ങനത്തെ ആയിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ രീതിയിലുള്ള വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിൽ ഏത് വീഡിയോസിനാണോ കൂടുതലായിട്ട് വ്യൂവേഴ്സ് വരുന്നത് ആ വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഏത് തരം വീഡിയോസാണ് നമ്മളെ ചാനലിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഏത് വീഡിയോസിനാണോ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത് അത്തരം വീഡിയോസ് റെഗുലറായിട്ട് പിന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ ഷോർട്സ് വീഡിയോസ്, ഇപ്പോൾ കുക്കിങ്ങിൽ ഒരു കുക്കിംഗ് ചെയ്തൊരു ഷോർട്സ് വീഡിയോ നല്ല വ്യൂസ് കിട്ടിക്കുന്നെങ്കിൽ പിന്നെ വീണ്ടും 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അങ്ങനത്തെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കുക. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഒന്നാമതായിട്ട് പറയേണ്ട കാര്യമാണ്. നമ്മളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത്, ഒരു നല്ല കാര്യം ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മളെ കുത്തി വേദനിപ്പിക്കാനായിട്ട് ഏതൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും അതിന് നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നമുക്കൊരു ബാക്കായി പോകരുത്. നമ്മൾ തുടങ്ങി വെച്ച് നമ്മൾ മുമ്പോട്ട് തന്നെ പോകണം. കാരണം നമ്മൾ പകുതിക്കൽ വെച്ച് നിർത്തിയാൽ എൻ്റെ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിനൊന്നും ഓളക്കൊണ്ടൊന്നും പറ്റില്ല, അതിനൊന്നും ഞാൻ വീട്ടമ്മമാരെ കാര്യമാണ് പറയുന്നത്. ഒരിക്കലും ഞാൻ വേറൊരു ആൾക്കാരെ കാര്യമല്ല പറഞ്ഞത്. സാധാ വീട്ടുജോലിയൊക്കെ ചെയ്ത് കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അമ്മമാരോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇന്നെപ്പോൾ ഞാനൊരു വീട്ടമ്മയായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ അവർക്ക് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർ വിചാരിക്കും ഇതിപ്പോൾ നമ്മളോടൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എടുത്തു പറയാണ്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്നെപ്പോലെ ആദ്യമായിട്ട് ചാനലൊക്കെ തുടങ്ങി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതൊന്നും അറിയാത്തവരല്ല എന്ന് വിചാരിക്കേണ്ട, അതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യാതിരിക്കരുത്. ഉറപ്പായിട്ടും ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും ചെയ്യാൻ നോക്കുക. ലോങ് വീഡിയോ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് സമയം കിട്ടും പോലെ നിങ്ങൾ ചെയ്യുക. ഷോർട്സ് വീഡിയോസ് ഡെയിലി ഒന്നെങ്കിലും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അത് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് എത്ര വീഡിയോസിനാണോ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത് അതേ വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കുക. ഒരേ ടൈമിന് തന്നെ മാക്സിമം ഏത് ടൈമിനാണ് നിങ്ങൾക്ക് പല സമയത്ത് വീഡിയോസ് ഇട്ടിട്ട് ഏത് സമയത്താണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യൂസ് കിട്ടുന്നത് ചെക്ക് ചെയ്യുക. അല്ലറായിട്ട് വീണ്ടും വീഡിയോസ് ഇടുക. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കുറ്റം പറയാനും നുണ പറയാനും കളിയാക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ആൾ കൂടുന്നിടത്ത് നമ്മളെ കളിയാക്കൊക്കെ ചെയ്യും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. അങ്ങനെ മൈൻഡ് ചെയ്തങ്ങാട്ട് ഒരു വിഷമമായിട്ട് സങ്കടമായിട്ട് അയ്യോ ഇന്നും ഒരു കളിയാക്കുന്ന വേണ്ടാന്ന് വിചാരിച്ച് നിൽക്കുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു ഫീൽഡിലേക്ക് വരരുത്. കാരണം നമുക്ക് മനസ്സിനൊരു തൃപ്തി വേണം. ഏതൊരു വീഡിയോ, ഞാൻ ഒരു 10 പ്രാവശ്യമൊക്കെ ചില വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പം തന്നെ ഒരു 10 പ്രാവശ്യം നോക്കും. പിന്നെ വീഡിയോ ഷോർട്സ് എടുക്കുമ്പം തന്നെ കുറേ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ വരുന്നവരെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്താൽ തന്നെ ഓരത് പറഞ്ഞു കഴിയുന്നവരെ അത് കേട്ട് അത് ഓരങ്ങോട്ട് പോകുമ്പോൾ അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഒഴിവാക്കുക. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നല്ല നമുക്ക് സമയം കിട്ടും. നമ്മൾ ഇതിനായിട്ടൊരു ടൈം മാറ്റി വെച്ചേ തീരും, അല്ലാതെ നമുക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ എഡിറ്റ് ചെയ്യാനും നമ്മൾ വീഡിയോ കാണാനും മറ്റുള്ള വീഡിയോസ് കണ്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പഠിക്കാനും ഒക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്യണം. നമ്മളെപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഫോണിലേക്ക് നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ ഏത് ടൈമിലും ഫോണിൽ നോക്കി നിൽക്കുകയാണ്, ഏത് ടൈമിലും ഫോണാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വയ്യത്താനെയാണ്, എന്തൊക്കെ ഒരു ഏനാന്താണിത് എന്നൊക്കെ ആയിരിക്കും പൊതുവെ ആൾക്കാർ പറയാം.
അത് അവരവിടുന്ന് പറഞ്ഞോട്ടേ എന്ന് വിചാരിക്കണം. നമ്മൾ വെച്ച കാല് പിറകോട്ട് വെക്കരുത്, മുന്നോട്ട് തന്നെ പോകണം. ഉറപ്പായിട്ട് അതിനൊരു സക്സസ് ഉണ്ടാവും, ഞാൻ ഉറപ്പ് തരാം. കാരണം എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയില്ല. എങ്കിലും എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രമിച്ചതിനെ കൊണ്ട് തന്നെയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ട്. അത് നമ്മളെ ഫാമിലി സപ്പോർട്ട്, നമ്മളെ ഹസ്ബൻഡിൻ്റെയും സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കൊന്നും അറിയില്ല. ഇപ്പോഴും മുഴുവനായിട്ട് അറിയുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താ അറിയോ, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും അത് സക്സസ് ഉണ്ടാവും. ഞാൻ മോണിറ്റൈസേഷൻ ആവാനുള്ളൊരു ക്രൈറ്റീരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പറയുക, ഞാൻ അത്രയും ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിനുള്ള ഫലം എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉറപ്പായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ 5 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ചാനൽ എന്തായാലും ആ ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഉറപ്പാണ്. ഇത് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവുമെന്നോ, പെട്ടെന്ന് നിങ്ങൾ ഫേമസ് ആവുമെന്നോ, പെട്ടെന്ന് നിങ്ങളെ ചാനൽ 100K 50K 100K ആവുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളെ ചാനലിനൊരു അനക്കുണ്ടാവും, ഉറപ്പ്. അനക്കെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാവും. ഉറപ്പായിട്ടും എന്നും യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു സക്സസ്സിലെത്തും, 100%. ഞാൻ പറയുന്നത് 100%. എന്നെപ്പോലത്തെ ഒരു കഴിവുമില്ലാത്ത, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറയാനുള്ളൊരു ധൈര്യം കിട്ടണമെങ്കിൽ അത് എൻ്റെ ധൈര്യമാണ്, എൻ്റെ ഉറപ്പാണ്, എൻ്റെ വിശ്വാസമാണ്. നിങ്ങൾക്കും പറ്റും ഉറപ്പായിട്ടും. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ചാനലിൽ വന്നിട്ട് അത് കമൻറ്റ് ചെയ്യണം. നിങ്ങളത് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് അത്ര അതിനെക്കാട്ടും വലിയൊരു സക്സസ് വേറെ ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ, മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ, നാലാമത്തെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ, 5-ാമത്തെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ 5 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും. നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാവും. നിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ ചാനലൊന്ന് കൂട്ടാക്കണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി തന്നെ എനേബിൾ ചെയ്താണ്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ കൂടാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.